പ്രാർത്ഥനയുണ്ടെങ്കിൽ, വിശ്വസതയുണ്ടെങ്കിൽ, വിശുദ്ധി ഉണ്ടെങ്കിൽ, സമർപ്പണമുണ്ടെങ്കിൽ ഒരു ശത്രു നമ്മുടെ ശരീരത്തെ ആക്രമിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന്. കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിച്ചു, ഇടിമുഴക്കത്തിന്റെ മറവിൽ നിന്ന് ഞാൻ നിനക്ക് ഉത്തരമരുളി. എന്താണ് അതിന്റെ അർത്ഥം? ദൈവത്തിന് ഉത്തരം തരുവാൻ ഒരു ഇടിമുഴക്കം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? എന്താ അതിന്റെ അർത്ഥം? നിന്നെ ശിക്ഷിച്ച് വേദനിപ്പിച്ച്, നിന്നെ ഞരക്കി, നിന്നെ അനുഭവം ഇല്ലാതാക്കി, നിന്നെ ശൂന്യമാത്രമാക്കി, നിന്നെ നിത്യ നിരാശയിലും കഷ്ടത്തിലും സങ്കടത്തിലും അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ ആരെങ്കിലും നിന്നെ അടച്ചാൽ എന്റെ കൈ ഞാൻ വേഗത്തിൽ തിരിച്ച് ചില ഇടിമുഴക്കങ്ങളെ അവർക്ക് വെളിപ്പെടുത്തുന്നു. അവരുടെ ജീവിതത്തെ ദൈവം തകർക്കത്തക്ക അനുഭവത്തിലേക്ക് കൊണ്ടുവരികയും നിനക്ക് മറുപടി മറുവശത്ത് ഒരുക്കുകയും ചെയ്യുമെന്നാണ്. സ്തോത്രം. ആ വാക്യം തന്നെ എടുക്കാം. അയ്യോ എന്റെ ജനം എന്റെ വാക്ക്, എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേലിന്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു, അവരുടെ വൈരികളുടെ നേരെ എന്റെ കൈ തിരിക്കുമായിരുന്നു. എന്റെ വാക്ക് ഇസ്രായേലാണ്, ദൈവിക സന്തതിയാണ്, ദൈവം വിളിച്ച് വേർതിരിച്ച ദൈവജനമാണ്, ദൈവത്തെ വിശ്വസിച്ച് ഇറങ്ങിയ ജനമാണ്. പക്ഷേ ദൈവത്തിന്റെ വാക്കാണോ ഇന്നും പകലിൽ കേൾക്കുന്നത്? കർത്താവ് പറയുക, എന്റെ വാക്ക്. ദൈവത്തിന്റെ ആലോചന കേൾക്കുന്നവർ എത്ര പേരുണ്ട്? ദൈവിക സത്യം അംഗീകരിച്ച് മുമ്പോട്ട് വരുന്നവർ എത്ര പേരുണ്ട്? ദൈവഹിതത്തിനായി ഒരുക്കപ്പെടുന്നവർ എത്ര പേരുണ്ട്? ദൈവിക സത്യത്തെ ശരിവച്ച്, അതാണ് ശരിയെന്ന് വെച്ചുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുന്നവർ എത്ര പേരുണ്ട്? കർത്താവ് പറയുക, അയ്യോ എന്റെ ജനം എന്റെ വാക്ക്. ദൈവത്തിന്റെ വചനത്തിന്, ദൈവത്തിന്റെ വിശ്വസതയ്ക്ക്, ദൈവത്തിന്റെ ഹിതത്തിന്, ദൈവികമായ ഇഷ്ടങ്ങൾക്ക് നിന്റെ ഹൃദയത്തിൽ സ്ഥാനമുണ്ടോ? ദൈവം ചോദിക്കുക. ഒരു കാര്യം പറയട്ടെ, ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ ഫോണിൽ കൂടെ വന്നുകൊണ്ടിരിക്കുക, കുത്തിയിരുന്ന് എല്ലാരും വിളിക്കുന്നുമുണ്ട്. എന്നാൽ ദൈവം പറയുന്ന ഒരു വാക്കിന് പോലും നിന്റെ ഹൃദയത്തെ ചായ്ക്കാതെ, അവന്റെ ഒരു ഇഷ്ടം പോലും നീ ചെയ്യാതെ, അവന്റെ ഒരു വാക്കും നീ കൂട്ടാക്കാതെ, അവന്റെ ഇഷ്ടമെന്ന് ചിന്തിക്കാതെ, വിട്ടുവീഴ്ചയില്ലാതെ, വിധേയപ്പെടാതെ, വിശ്വസിക്കാതെ, അനുസരിക്കാതെ നീ മാറി നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് ജയമെടുക്കുവാൻ 10 പേരെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചാലും നടക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കട്ടെ. മകളെ ചിന്തിക്കാം. എന്റെ വാക്ക് കേട്ടനുസരിച്ചെങ്കിൽ, അനുസരിക്കുന്നതിനേക്കാൾ കൊള്ളാവുന്നത് നിന്റെ ജീവിതത്തിൽ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന അനുസരണക്കേടാണ്. അനുസരിക്കേണ്ട ചില കാര്യങ്ങളെ മനഃപൂർവ്വം നീ ആക്കിക്കളഞ്ഞുകൊണ്ട് ദൈവഹിതമല്ലാത്ത ചില വിഷയങ്ങളിൽ നീ പുടയ്ക്കുമ്പോ 100 മെസ്സേജ് കേട്ടാലും നിനക്ക് വിടുതൽ ഉണ്ടാകത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഏതാണ്ട് 60 മൈല് നടന്നാണ് സ്നാനപ്പെടാൻ യോർദാനിൽ എത്തിയതെന്ന് പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇന്ന് വണ്ടിയും വാഹനവും ഒക്കെ മനുഷ്യർക്കുണ്ട്. ആർക്കും കൂട്ടായ്മയൊന്നും വേണ്ട, ഇരിക്കുന്ന ഇടത്തിരുന്ന് കാര്യം സാധിക്കും. നടക്കത്തില്ലെന്ന് ദൈവം ഓട്ടം
അധ്വാനം, പ്രയത്നം, സഹിഷ്ണുതയ്ക്ക് മറുപടി തരുന്ന ദൈവമാണ്. യേശുവേ സ്തോത്രം. ദൈവനാമത്തെ പ്രതി നീ എന്തെല്ലാം സഹിച്ചു, ദൈവഹിതത്തിന് വേണ്ടി നീ എന്തെല്ലാം സഹിച്ചു, യേശുവേ ദൈവീക വിഷയമായ അനുഭവത്തിൽ നീ എന്തെല്ലാം സഹിച്ചു, ആമേ ദൈവത്തിന് വേണ്ടി നീ എന്തെല്ലാം സഹിച്ചു, അത് ദൈവം നോക്കും. ആമേ ആമേ ദൈവത്തിന്റെ വചനത്തിനായി നീ എത്രത്തോളം ഓടി. നിങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമ്പോ രാത്രി എന്നില്ല, പകലെന്നില്ല, ആമേ ഉറക്കമുണർന്ന് പ്രാർത്ഥിപ്പാൻ കൺവെൻഷൻ പന്തലുകളിൽ കിടന്ന് ഉറങ്ങി പ്രാർത്ഥിച്ച അവസരങ്ങള്, ആമേ എവിടെ ഉപവാസം കേൾക്കുന്നു അവിടെയൊക്കെ ഓടി, ആമേ നിഷ്കളങ്ക ഹൃദയത്തോടെ കാര്യം സാധിക്കുവാനല്ല ദൈവകൃപ പ്രാപിക്കുവാൻ ഓടിയ ഓട്ടം. ഉപവാസം മാത്രമല്ല, യാതൊരു ആരാധനയോടെ ദൈവത്തോടെടുക്കുവാൻ ആത്മാവ് ദാഹിച്ചോടിയ ഓട്ടങ്ങള്, അധ്വാനമോ ഏതെല്ലാം രൂപത്തില്, ആമേ ഭക്ഷണപാനീയങ്ങൾ ഉണ്ടാക്കി പാവജനത്തിന് ആമേ ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും ദീർഘമായി ഉപവസിച്ചുകൊണ്ട് കയ്യിലില്ലാത്തതും കൂടെ ആമേ വിളിച്ചു വരുത്തി ഉണ്ടാക്കി കൊടുത്ത് ദൈവജനത്തെയും ദൈവദാസന്മാരെയും ശുശ്രൂഷിച്ച് എത്രത്തോളം ഞാൻ അധ്വാനിച്ചുവെന്ന്, അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിലെ വിശുദ്ധന്മാര് എത്രത്തോളം ദൈവത്തിന് വേണ്ടി സഹിഷ്ണുതയോടെ നിന്നെന്ന് ആമേ ആരറിയുന്നു. സ്തോത്രം. എന്നാൽ അത് ദൈവം കണക്കിട്ടു. ഓടിയോട്ടങ്ങള് ദൈവം കണക്കിട്ടു. അധ്വാനിച്ച അധ്വാനം ദൈവം കണക്കിട്ടു. പ്രയത്നിച്ച പ്രയത്നം ദൈവം കണക്കിട്ടു. അവരുണ്ടായിരുന്നു, ആർത്തിയുണ്ടായിരുന്നു, ആഗ്രഹങ്ങളുണ്ടായിരുന്നു. കർത്താവേ ദൈവകൃപ പകരണമേ. നാശലോകത്തിന് വീണ്ടെടുത്ത ദൈവമേ, രക്ഷിതാവായ യേശുവിനെ കണ്ടുമുട്ടിയത് ജീവിതത്തിലെ മഹാഭാഗ്യമെന്ന് രക്ഷയും വിടുതലും ഏറ്റെടുത്തപ്പോ, യേശു ഉള്ളിൽ വന്നപ്പോ, യേശുവിന് വേണ്ടി ഏതുമായി തീരാമെന്നുള്ള സമർപ്പണം. പഠിക്കുന്ന കുഞ്ഞു കൊച്ചുങ്ങളെ ഒറ്റയ്ക്ക് വീട്ടിലിട്ടിട്ട് അവൻ തെരുവോരുപോലെ ട്രാക്കുമായി നടന്നറിഞ്ഞ സന്ദർഭങ്ങളുണ്ട്. ആരും നിർബന്ധിച്ചിട്ടല്ല, ദൈവ സ്നേഹ ഹേമിച്ചു കൊണ്ടുപോയല്ല. അതിനാൽ എത്രയോ അവൻ ആത്മഹത്യയുടെ വക്കിൽ നിന്ന്, അവൻ കൊലക്കയറിൽ നിന്ന് എത്രയോ പേരെ രക്ഷിക്കുവാൻ ദൈവം ഇടയാക്കി. അവൻ ഹല്ലേലൂയ. എന്നാൽ നീയും അവൻ ഇന്ന് ജീവിച്ചിരുന്നുകൊണ്ട് അവൻ കാര്യങ്ങളെ സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരെ ഓർത്തുകൊള്ളുക. അവൻ ചിലവില്ലാത്ത യാഗത്തിൽ ദൈവത്തിന് പ്രസാദമില്ല. പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തിനാ കൂടുതൽ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, നിന്നെ അറിഞ്ഞ് നിന്നോടടുക്കുവാൻ, നിന്നെ ധരിക്കുവാൻ ആഴച്ചേറ്റിൽ നിന്ന് ചിലതിനെ വലിച്ചു പൊക്കി എടുക്കണമേ. അതിനാ പ്രാർത്ഥന. ലോകത്തിന്റെ മുൻപിൽ നോർത്തെ മയക്കുമരുന്നാൽ കുഞ്ഞുങ്ങൾ വശീകരിക്കപ്പെട്ട് മാതാപിതാക്കളെ കത്തിമുനയിലാക്കി ഇവരെ നശിപ്പിച്ചു കളയും. സഹോദരങ്ങളെ തമ്മിൽ തമ്മിൽ നശിപ്പിക്കുന്നു. കുടുംബങ്ങളെ അധോഗതി പ്രാപിക്കുമ്പോ സത്യദൈവം ആരെന്ന്, വിശുദ്ധി എന്തെന്ന്, അവൻ തിരുവചനം എന്തെന്ന്, ദൈവഹിതം എന്തെന്ന് അവൻ മനസ്സിലാക്കി കൊടുക്കുവാൻ അവൻ ദൈവം ഉപയോഗിക്കുന്നവരെയാണ് ദൈവത്തിന് ഇഷ്ടം. അവൻ പലരും വിളിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിക്കണമെങ്കിൽ ദൈവാത്മ നിയോഗം വേണം. എല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. കാര്യം സാധിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവൻ ദൈവത്തിന് ഇഷ്ടമില്ല. നമ്മുടെ ഉള്ള കൃപ പോലും പോകും. എന്നാൽ ഹല്ലേലൂയ, നീ എന്താണെന്ന് ദൈവാത്മാവ് ബോധ്യമാകുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആഴക്കയത്തിൽ കിടക്കുന്നവരെ ചിലതിനെ പൊക്കിയെടുക്കുവാൻ നീ പ്രാർത്ഥിക്കുക.
ഇസ്രായേലേ, നീ മനം തിരിയുമെങ്കിൽ എന്റെ അടുക്കലേക്ക് മടങ്ങി വന്നുകൊള്ളുക. ആമേൻ. നീ അലഞ്ഞു നടക്കേണ്ടി വരുന്നത് നിന്റെ ഉള്ളിൽ മ്ലേച്ഛ വിഗ്രഹം ഉള്ളത് കൊണ്ടെന്നാ ദൈവം പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. എന്താണ് മ്ലേച്ഛ വിഗ്രഹം? നിന്റെ സ്വന്തം ശാഠ്യപ്രകാരമുള്ള ജീവിതം. ആമേൻ. ദുശാഠ്യമുള്ള, ആരെയും കൂട്ടാക്കാത്ത, ആരെയും വകവയ്ക്കാത്ത, ദൈവഹിതത്തിനെതിരായുള്ള ചിന്ത, വാക്ക്, പ്രവൃത്തി, ദൈവഹിതത്തിന് എതിരായുള്ള ദൂഷണ വിധി. ആമേൻ. നിന്റെ ഹൃദയത്തെ മറിച്ചു കളഞ്ഞ് നീ മ്ലേച്ഛ വിഗ്രഹത്താൽ അലഞ്ഞു നടക്കുകയല്ലേ. ആമേൻ. ഒരു വ്യക്തിയിൽ നിന്ന് വിടുതലില്ലാതാവുമ്പോൾ മറ്റൊരു പ്രഭാഷകന്റെ അടുത്ത് നീ കടന്നു എന്ന് വിടുതലിനായി. പക്ഷെ ദൈവാത്മാവ് എല്ലായിടവും ഓരുന്ന ഒന്ന് തന്നെയാ. ഒരുവൻ പറയുന്നത് ഒരുവനാൽ ഉറപ്പിക്കപ്പെടുന്നതാണ് ദൈവാത്മാവ്. ഈ ജനം ദുശാഠ്യമുള്ള ജനമാ. അവർ മുമ്പോട്ടല്ല പുറകോട്ടത്രേ പോകുന്നെന്ന് ദൈവം പറയുമ്പോ സത്യം പറയുന്നവരെ ധിക്കരിച്ച് ആട്ടിമാറ്റിക്കൊണ്ട് നീ എന്ത് നേടുവാൻ, എപ്പോൾ നേടുവാൻ, എങ്ങനെ ജീവിക്കുവാൻ മുമ്പോട്ട് പോകും. സ്തോത്രം. ഇന്ന് പകല് നീ വീണിരിക്കുന്നത് എവിടെയെന്ന് നിന്നെ ഒന്ന് താഴ്ത്ത്. കർത്താവേ, എന്റെ കുടുംബത്തിന്റെ വീഴ്ചയ്ക്ക് ആരാ കാരണക്കാരൻ? കുടുംബത്തിന്റെ പരാജയത്തിന് എന്താണ് വിഷയം? എന്റെ തലമുറ നഷ്ടത്തിൽ വീഴുവാൻ കാരണമെന്ന്, എന്റെ ജീവിതം എവിടെയാണ് തളർന്നു പോയത്? എവിടെയാണ് നിന്റെ വാക്ക് ഞാൻ തെറ്റിച്ചു നടന്നത്? എവിടെയാണ് നിന്നോട് ഞാൻ ദുശാഠ്യം കാണിച്ചത്? എവിടെയാണ് നിന്റെ ജനത്തെ ഞാൻ പഴിച്ചത്? എവിടെയാണ് ഞാൻ നിന്റെ ജനത്തിന് വിരോധമായി പിറുപിറുത്തത്? ഈ കഠിനപ്പെട്ട നിന്റെ ഹൃദയം, ദുശാഠ്യത്തോടെ കഠിനപ്പെട്ട ദൈവമൊന്നും നിനക്ക് വേണ്ടി പ്രവർത്തിക്കത്തില്ല. നീ ആരെങ്കിലും വിധിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും പകിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ആട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവാത്മാവുള്ളവരെ നീ നിന്ദിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ശാപത്തിന്റെ തലമേൽ വന്നിട്ടുണ്ട്. സ്തോത്രം. അവൻ ദൈവം പറയുക, ഞാൻ വേഗത്തിൽ എന്റെ കൈകളെ തിരിക്കുമായിരുന്നു, വേഗത്തിൽ നിന്റെ ശത്രു നിനക്ക് കീഴ്പ്പെടുമായിരുന്നു. ദൈവവചനത്തിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. എന്താണെന്ന് അറിയാമോ? ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോയി. ഇത് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അയ്യോ, എന്റെ ശത്രു ചിതറും. ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽക്കും. എവിടെ? ആർക്ക് വേണ്ടിയാ ദൈവം എഴുന്നേൽക്കുന്നത്? വചനം എഴുതിയിട്ടത് വിശുദ്ധന്മാർക്ക് വേണ്ടിയാ. ദൈവത്തെ പരമാർത്ഥ ഹൃദയത്തോടെ, നിഷ്കളങ്ക മനസ്സാക്ഷിയോടെ, നിർമ്മലമായ ജീവിതത്തോടെ, വിശുദ്ധിയോടെ കാത്തിരിക്കുന്ന ദൈവത്തിന്റെ ഭക്തന് വേണ്ടിയാണ് ദൈവവചനം. അത് നീ 100 വട്ടം വായിച്ച് കാണാപ്പാടമാക്കി ഹൃദയത്തിൽ ഉരുവിട്ടാലും, നീ തെറ്റുള്ളവനെങ്കില്, നീ വിധിക്കുന്നവനെങ്കില്, പഴിക്കുന്നവനെങ്കില്, വകയ്ക്കുന്നവനെങ്കില്, ദൂഷിക്കുന്നവനെങ്കില്, ദൈവത്തിന്റെ ആത്മാവുള്ളവരെ നിന്ദിച്ചവനെങ്കില് നിനക്കൊരിക്കലും മറുപടി ഉണ്ടാകത്തില്ല. കർത്താവ് പറയുക, ശത്രുക്കൾ വേഗത്തിൽ നിനക്ക് കീഴടങ്ങും. എപ്പോഴാ? നിന്റെ വാക്ക് കേട്ടനുസരിച്ച. പകലി പറയട്ടെ, ദൈവത്തിന്റെ വാക്കിനെ എത്ര പേര് അനുസരിക്കുന്നില്ല? വേണ്ടല്ലോ, ദൈവവചനം ഒന്നും കേൾക്കണ്ട. ദൈവവചനം ഞങ്ങൾക്ക് വേണ്ടത്. അവർക്കിങ്ങനെ വെച്ചെടുത്ത് പറയാനേ നേരവും. ചുമ്മാ ഇത് കേൾക്കുന്നത് വെറുതെയാ, പെട്ടെന്ന് മാറ്റുന്നത്. കാരണം എന്നാ? ചെളിയും അഴുക്കും പഴുപ്പും ഇരിക്കുന്ന സ്ഥാനത്ത് പുറത്തു കൊണ്ടുപോയി മരുന്ന് വെച്ചാല് മുറിവുണങ്ങത്തില്ല. ദൈവം പറയുക, ആമേൻ, ഇസ്രായേലേ, ആമേൻ, അവർ നിന്റെ വൃഷ്ടിയെന്നും മുറിവുള്ളവളാണെന്നും പറഞ്ഞാലും ഞാൻ നിന്റെ മുറിവുകളെ വെച്ച് കെട്ടുന്ന വ്യക്തി
യേശുവേ നിന്നെ സ്തോത്രം. ആരും സംരക്ഷിക്കരുതെന്ന് ആമേൻ. നിനക്കെതിരായി വാടകോരി നിൽക്കുന്ന ശത്രു എത്ര ഉന്നതനായാലും ദൈവം പറയുക, ആമേൻ. ഇസ്രായേലേ, അവർ നിന്നെ മുറിച്ചാലും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോനെന്ന് നിന്നെ വിളിച്ചാലും ഞാൻ നിന്റെ മുറിവുകളെ ഉണക്കുവാൻ സമ്പന്നനാണ്. യേശുവേ സ്തോത്രം.